കണ്ണാടിയിലൂടെ കേരളീയ ദർശൻ ടി വി അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന കണ്ണാടിയിലൂടെ എന്ന പരിപാടിയുടെ പുതിയ ഒരു എപ്പിസോഡിലേക്ക് ബഹുമാന്യ പ്രേക്ഷകരെ ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. ഇന്ന് എല്ലാ പത്രങ്ങളുടെയും തലക്കെട്ടെന്ന് പറയുന്നത് അമ്മ മാഞ്ഞുപോയി, അല്ലെങ്കിൽ അമ്മ മുഖം മാഞ്ഞുപോയി. അങ്ങനെ അമ്മയ്ക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള ഒരു തലക്കെട്ടാണ് ഇന്ന് എല്ലാ പത്ര മാധ്യമങ്ങളിലും ഉള്ളത്. ഈ അമ്മ എന്ന് പറയുന്നത് സിനിമ ചലച്ചിത്ര രംഗത്ത് അമ്മയായി അഭിനയിച്ച ശ്രീമതി കവിയൂർ പൊന്നമ്മയെ ഉദ്ദേശിച്ചാണ്. അവർ ഏറ്റവും കൂടുതൽ ഏകദേശം 400-ലധികം സിനിമകളിൽ അവർ അഭിനയിച്ചിട്ടുണ്ട്. അവർ ഏറ്റവും കൂടുതൽ റോള് അഭിനയിച്ചിട്ടുള്ളത് അമ്മ എന്ന കഥാപാത്രമാണ്. ആ അമ്മ എന്ന ടെക്രൂസിയുടെ അമ്മയായും സത്യന്റെ അമ്മയായും പ്രേം നസീറിന്റെ അമ്മയായും വിൻസെന്റിന്റെ അമ്മയായും സുകുമാരന്റെ അമ്മയായും മധുവിന്റെ അമ്മയായും ഒക്കെ അവർ വെള്ളിത്തിരയിൽ തിളങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ ടെക്രോസിയുടെയും കൊട്ടാരക്കരയുടെയും സത്യന്റെയും പ്രേംനസീറിന്റെയും എല്ലാം ഭാര്യയായിട്ടും അവർ വെള്ളിത്തിരയിൽ തിളങ്ങി നിന്നിട്ടുണ്ട്. ഇപ്പോഴത്തെ സൂപ്പർ താരങ്ങളായ മമ്മൂട്ടി, മോഹൻലാൽ തുടങ്ങിയവരുടെ അമ്മയായും അവർ അഭിനയിച്ചിട്ടുണ്ട്. പുതിയ തലമുറയിൽപ്പെട്ട നടന്മാരുടെ അമ്മയായും നടിമാരുടെ അമ്മയായും അമ്മയായും ഒക്കെ അവർ തിളങ്ങിയിട്ടുണ്ട്. അങ്ങനെയുള്ള കവിയൂർ പൊന്നമ്മയാണ് കഴിഞ്ഞ ദിവസം അന്തരിച്ചത്. അതൊരു അപ്രതീക്ഷിതമായ മരണമായിരുന്നില്ല, പ്രതീക്ഷിത മരണമായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. കാര്യം അവര് കൊച്ചിയിലെ ഒരു സ്വകാര്യ ആശുപത്രിയിൽ എത്രയോ നാളുകളായി ചികിത്സയിലായിരുന്നു. അവർക്ക് പിടിപെട്ട രോഗം, അർബുദ രോഗം, അത് മൂർച്ഛന്യ അവസ്ഥയിലെത്തി മരുന്നുകളോട് പ്രതികരിക്കാത്ത ഒരു സാഹചര്യം ഉണ്ടാവുകയും അങ്ങനെയാണ് അവർ സാധാരണ നിലയിൽ മരണത്തിന് കീഴടങ്ങിയത്. അവരുടെ മരണം മലയാള ചലച്ചിത്ര ലോകത്തെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ നഷ്ടം തന്നെയാണ്. അവർ ചലച്ചിത്ര താരം മാത്രമായിരുന്നില്ല, 3, 4, 5 സിനിമകളിൽ അവർ ഗായികയായും പിന്നണി ഗായികയായിട്ടും വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാ അർത്ഥത്തിലും അവർ തികച്ചും ഒരു കലാകാരി തന്നെയായിരുന്നു. നാടകത്തിൽ മറ്റ് പലരെയും പോലെ നാടകത്തിലൂടെയാണ് അവർ സിനിമാ ലോകത്തേക്ക്, സിനിമാ മേഖലയിലേക്ക് കടക്കുന്നത്. പ്രസിദ്ധ പ്രൊഫഷണൽ നാടക ട്രൂപ്പായ KPAC, കേരള പീപ്പിൾസ് ആർട്സ് ക്ലബ്ബ്, ആ KPACയുടെ മൂലധനം എന്ന പ്രസിദ്ധമായ നാടകം ശ്രീ തോപ്പിൽ പാസി രചനയും സംവിധാനവും നിർവഹിച്ച മൂലധനം, ആ മൂലധനത്തിലാണ് അവർ നടിയായിട്ട് അഭിനയിച്ചുകൊണ്ട് നാടകത്തിലേക്ക് രംഗപ്രവേശം ചെയ്യുന്നത്. അന്ന് അവർക്ക് 13-14 വയസ്സ് മാത്രമാണ് പ്രായം. ആ കാലഘട്ടത്തിൽ ഒരു കുടുംബത്തിൽ നിന്നും, ഒരു വീട്ടിൽ നിന്നും ഒരു പെൺകൊച്ച് നാടകത്തിൽ അഭിനയിച്ചാൽ അവരെ ഒറ്റപ്പെടുത്തുന്ന ഒരു സമൂഹമായിരുന്നു അന്നുണ്ടായിരുന്നത്. അതിൻ്റെതായ തിക്ത അനുഭവങ്ങൾ കവിയൂർ പൊന്നമ്മയ്ക്കും അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട്. അവിടെ നിന്നാണ് അവർ ചലച്ചിത്ര മേഖലയിലേക്ക് കിടക്കുന്നത്. സീതാരാമ പട്ടാഭിഷേകം എന്ന പുരാണ സിനിമയിൽ അഭിനയിച്ചുകൊണ്ടാണ് അവർ ചലച്ചിത്ര മേഖലയിൽ കാലെടുത്ത് വയ്ക്കുന്നത്. തുടർന്ന് കുടുംബിനി,
തൊട്ടിങ്ങോട്ട് 400-ലധികം സിനിമകളിൽ അമ്മയായും അമ്മായിയമ്മയായും ഭാര്യയായും ഒക്കെ അവർ വെള്ളിത്തിരയിൽ തിളങ്ങി നിന്നിട്ടുണ്ട്. അങ്ങനെയുള്ള ഒരു താരമാണ് കഴിഞ്ഞ ദിവസം ചലച്ചിത്ര ലോകത്തോട് വിട പറഞ്ഞത്. അതിൻ്റെതായ ദുഃഖം ചലച്ചിത്ര മേഖലയിൽ മാത്രമല്ല, ചലച്ചിത്രത്തെ ഇഷ്ടപ്പെടുന്ന, സ്നേഹിക്കുന്ന, സിനിമകൾ കാണുന്ന കുട്ടികൾ മുതൽ പ്രായമായവർ വരെ ഉള്ളവർക്ക് പൊന്നമ്മയുടെ മരണം ഒരു ദുഃഖമായി മനസ്സിൽ നിലനിൽക്കുന്നു. ആ വലിയ കലാകാരിയുടെ ഓർമ്മയ്ക്ക് മുന്നിൽ, സ്മരണയ്ക്ക് മുന്നിൽ ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് ഇന്നത്തെ കണ്ണാടിയിലൂടെ എന്ന പരിപാടി മുന്നോട്ട് നീങ്ങുകയാണ്. പിന്നെ എടുത്തു പറയേണ്ടുന്ന മറ്റൊരു കാര്യം, ഇന്ന് നവോത്ഥാന നായകൻ അയിത്തത്തിനെതിരെ, ജാതിക്കെതിരെ, മതങ്ങൾക്കെതിരെ, അന്ധവിശ്വാസങ്ങൾക്കെതിരെ പോരാടിയ ശ്രീ നാരായണ ഗുരുവിന്റെ 96-ാം സമാധി ദിനമാണെന്ന് 1928 സെപ്റ്റംബർ മാസം 28-ാം തീയതിയാണ് ആ സന്യാസി വർക്കല ശിവഗിരിയിൽ സമാധിയായത്. അദ്ദേഹത്തിന്റെ 96-ാമത് ജന്മദിനം, 96-ാമത് സമാധി ദിനം വയനാടിന്റെ ദുരന്തത്തോട് അനുബന്ധിച്ച് ഒഴിവാക്കിയതായിരുന്നു. എന്നാൽ അത്യാവശ്യം വേണ്ടുന്ന ചില സ്ഥലങ്ങളിൽ ആ സമാധി ദിനം വളരെ ലഘുവായ നിലയിൽ ആഘോഷിക്കുന്നുണ്ട്. ശ്രീനാരായണ ഗുരുവിനെ കുറിച്ച് പറയുമ്പോൾ തൊട്ടുകൂടായ്മക്കെതിരെ, തീണ്ടിക്കൂടായ്മക്കെതിരെ വഴി നടക്കാൻ പോലും സ്വാതന്ത്ര്യമില്ലാതിരുന്ന ഒരു കാലഘട്ടത്തിൽ ആ കാലഘട്ടത്തിനെതിരെ കാലപ്രകരം ഏൽപ്പിച്ചുകൊണ്ടാണ് ശ്രീനാരായണ ഗുരുവിന്റെ ആദർശങ്ങൾ, അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾ മനുഷ്യരുടെ ഇടയിലേക്ക് കടന്നു വന്നത്. പ്രകൃതിയെയും മനുഷ്യനെയും ഒരുമിച്ച് നിർത്തിക്കൊണ്ടുള്ള ഒരു പ്രവർത്തനമായിരുന്നു ശ്രീനാരായണ ഗുരുവിന്റെ പ്രവർത്തനം. അദ്ദേഹം മുന്നോട്ട് വെച്ച ആശയങ്ങൾ ഇന്നത് നിലവിലുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് തന്നെ പറയേണ്ടി വരും. അദ്ദേഹം എന്തിനു വേണ്ടിയാണോ പ്രവർത്തിച്ചത്, എന്തിനു വേണ്ടിയാണ് അദ്ദേഹം പടവരുതിയത്, ആ ആദർശങ്ങൾക്ക് ഘടകവിരുദ്ധമായിട്ടാണ് ഇന്ന് അദ്ദേഹത്തിന്റെ പേരിലുള്ള പല പ്രസ്ഥാനങ്ങളുടെയും നേതാക്കന്മാരും പ്രവർത്തകരും പ്രവർത്തിക്കുന്നു എന്ന് പറയേണ്ടി വന്നതിൽ ദുഃഖമുണ്ട്. അദ്ദേഹം ജാതിക്കും മതത്തിനും അതീതമായി മനുഷ്യനെയാണ് അദ്ദേഹം കണ്ടത്. ഒരു ജാതി എന്ന് പറഞ്ഞാൽ അത് മനുഷ്യജാതി, ഒരു മതം എന്ന് പറഞ്ഞാൽ അത് മതം, ഒരു ദൈവം എന്ന് പറഞ്ഞാൽ അത് മനുഷ്യരിൽ തന്നെ കുടികൊള്ളുന്ന ദൈവം എന്നെല്ലാമാണ് അതിനർത്ഥം. ആ അർത്ഥം പോലും തന്നെ വ്യത്യസ്തമായ ഓരോരുത്തരുടെ സൗകര്യം അനുസരിച്ച് മാറ്റിമറിച്ചുകൊണ്ടുള്ള പ്രവർത്തനങ്ങളാണ് ഇപ്പോൾ നടക്കുന്നത് എന്ന് പറയേണ്ടി വരുന്നതിൽ ഖേദമുണ്ട്. എന്നാലും ആ ആദർശങ്ങൾ എവിടെയൊക്കെയോ ഇപ്പോഴും നിലനിൽക്കുന്നു. ആ മതം ഏതായാലും മനുഷ്യൻ നന്നായാലും മതി എന്നുള്ള അദ്ദേഹത്തിന്റെ ആ മുദ്രാവാക്യം ഇന്നും ഏതെല്ലാം കോണുകളിൽ ഇരുന്നു കൊണ്ട് മുഴങ്ങുന്നുണ്ട്. അത് ഇനിയും മുന്നോട്ട് പോകും എന്ന കാര്യത്തിൽ സംശയമില്ല. അത് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ആ ഗുരുവിന്റെ സ്മരണ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് കണ്ണാടിയിലൂടെ കടന്നു പോവുകയാണ്. ഇത് എടുത്തു പറയേണ്ടുന്ന മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ഇന്ന് മുഖ്യമന്ത്രിയുടെ ഒരു പത്രസമ്മേളനം, ആ സമ്മേളനം നടത്തി വളരെ ആകാംക്ഷയോടെയാണ് മാധ്യമ ലോകവും രാഷ്ട്രീയ ലോകവും സാംസ്കാരിക ലോകവും സാമൂഹിക ലോകവും ഒക്കെ ആ മുഖ്യമന്ത്രിയുടെ പത്രസമ്മേളനം കേൾക്കാനായിട്ട് കാതോർത്തത്. എന്തൊക്കെയോ സംഭവങ്ങൾ ഇന്ന് നടക്കും എന്നുള്ള പ്രതീക്ഷയിലാണ് എല്ലാവരും, മാധ്യമ പ്രവർത്തകരും
അതുപോലുള്ള മറ്റ് പ്രമാണിമാരും താഴെ നിലയിൽ പ്രവർത്തിക്കുന്ന തൊഴിലാളി മുതൽ മുതലാളി വരെയുള്ളവർ എല്ലാം ആ ഇന്നത്തെ മുഖ്യമന്ത്രിയുടെ പത്രസമ്മേളനത്തിന് വേണ്ടി കാതോർത്തവരാണ്. എന്നാൽ ഒന്നും സംഭവിച്ചില്ല. മല എലിയെ പോലെ പോയി എന്ന് പറയുന്ന പോലെയാണ് മുഖ്യമന്ത്രിയുടെ പത്രസമ്മേളനം കഴിഞ്ഞപ്പോൾ എല്ലാ പത്രപ്രവർത്തകരും എല്ലാം നിരാശരായി മുടങ്ങിയത്. ഇന്ന് ഒരു ADGP-യെ അഴിമതി ആരോപണത്തിന് വിധേയമായിരിക്കുന്ന ഒരു ADGP-യുടെ പേരിൽ നിന്ന് നടപടിയെടുക്കുമെന്നാണ് എല്ലാവരും ധരിച്ചിരുന്നത്. പക്ഷേ അതിനദ്ദേഹം പത്രപ്രവർത്തകരുടെ ചോദ്യങ്ങൾക്ക് മറുപടി പറഞ്ഞത് ADGP-യുടെ പേരിൽ ഉന്നയിച്ച ആരോപണങ്ങൾ, ആ ആരോപണങ്ങളുടെ പേരിൽ വിജിലൻസ് സംഘം അന്വേഷണം നടത്തുന്നുണ്ട്. ആ അന്വേഷണം വരുന്നതുവരെ ഒരു ആരോപണം ഉന്നയിച്ചത് കൊണ്ട് ആരും കുറ്റക്കാരനാവുന്നില്ല. അന്വേഷണ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ആ ADGP കുറ്റക്കാരനാണെന്ന് കണ്ടാൽ നിശ്ചയമായും നടപടി ഉണ്ടാവും. അക്കാര്യത്തിൽ ആർക്കും സംശയം വേണ്ട. അതോടെ കാതോർത്തിരുന്നവരുടെ പലരുടെയും കാതുകൾ അടഞ്ഞു. രണ്ടാമത് പത്രപ്രവർത്തകരുടെ ചോദ്യങ്ങൾക്ക് അദ്ദേഹം ഉത്തരം പറഞ്ഞത് അൻവറിനെ കുറിച്ചാണ്. ADGP-ക്ക് എതിരെ പരാതി ഉന്നയിച്ച ഭരണപക്ഷത്ത് തന്നെയുള്ള നിയമസഭാ അംഗം അൻവർ, മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിക്കെതിരെ ആരോപണം ഉന്നയിച്ച അൻവർ, അതിനെക്കുറിച്ച് പത്രപ്രവർത്തകർ എടുത്തെടുത്ത് ചോദിച്ചപ്പോൾ അതിന് മറുപടിയായി മുഖ്യമന്ത്രി പറഞ്ഞത് അതും അന്വേഷിക്കുന്നുണ്ട്. ആരെങ്കിലും എന്റെ ഓഫീസിലുള്ള എന്റെ പൊളിറ്റിക്കൽ സെക്രട്ടറിക്കെതിരെ ഒരു ആരോപണം ഉന്നയിച്ചാൽ ആ സെക്രട്ടറിയെ മാറ്റി നിർത്തുന്ന ഒരു പ്രവണത ഇവിടെ ഇല്ല. പൊളിറ്റിക്കൽ സെക്രട്ടറിയുടെ പേർക്ക് വന്നിരിക്കുന്ന ആരോപണങ്ങൾ അത് ശരിയാണെന്ന് തെളിഞ്ഞാൽ നടപടിയെടുക്കുമെന്ന കാര്യത്തിൽ ആർക്കും സംശയമില്ല. മാത്രമല്ല, അൻവർ എന്ന് പറയുന്ന ഒരു ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയായി നിന്ന് മത്സരിച്ച് ജയിച്ച MLA ആണ്. അദ്ദേഹത്തിന് ആരെക്കുറിച്ചെങ്കിലും ആരോപണമോ പരാതിയോ ഉണ്ടെങ്കിൽ അത് പറയേണ്ടുന്ന വേദിയുണ്ട്. ആ വേദിയിലാണ് അദ്ദേഹം പറയേണ്ടുന്നത്. അല്ലാതെ അദ്ദേഹം പറയുന്നതെല്ലാം കേട്ടുകൊണ്ട് നടപടിയെടുക്കും എന്ന ധാരണ ആർക്കും വേണ്ട. അന്വേഷിച്ച് തെറ്റുകാരനാണെന്ന് ബോധ്യപ്പെട്ടാൽ നടപടിയെടുക്കും എന്ന കാര്യത്തിൽ ആർക്കും സംശയം വേണ്ട. മാത്രമല്ല, അൻവറെ മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് വിളിക്കുകയാണ് ചെയ്തത്. അദ്ദേഹം പത്രസമ്മേളനം നടത്തിയപ്പോഴത്തേന് മുഖ്യമന്ത്രിയുടെ നേരിട്ട് വന്ന കാര്യങ്ങൾ പറയാൻ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് അദ്ദേഹത്തെ ഫോൺ ചെയ്ത് അറിയിക്കുകയാണ് ചെയ്തത്. ആ മുഖ്യമന്ത്രിയും അൻവർ MLA-യും തമ്മിലുള്ള കൂടിക്കാഴ്ച അവർ തമ്മിൽ സംസാരിച്ചത് വെറും 5 മിനിറ്റ് മാത്രമാണ്. അത് അരമണിക്കൂർ സംസാരിച്ചു എന്നാണ് പത്രങ്ങളിൽ വന്നത്. അതിനെക്കുറിച്ച് മുഖ്യമന്ത്രി ഇന്ന് പറയുകയുണ്ടായി. എന്തൊക്കെയായാലും ഒടുപ്പം തൊങ്ങലും വെച്ചൊന്നും പറഞ്ഞാൽ അത് ഇന്നത്തെ മുഖ്യമന്ത്രി പാടെ തള്ളിക്കളയുമെന്ന് ഇതിനു മുമ്പും പല ഉദാഹരണങ്ങളും ഉണ്ടായിട്ടുണ്ട്. അത് തന്നെയാണ് ഇപ്പോഴും ഉണ്ടായിരിക്കുന്നത്. അതുകൊണ്ട് ഇന്ന് അതിനുവേണ്ടി പ്രതീക്ഷിച്ച പലരുടെയും ആഗ്രഹം, പ്രതീക്ഷ തകർക്കുന്ന ഇല്ലാതാക്കുന്ന രീതിയിലുള്ള പത്രസമ്മേളനമാണ് മുഖ്യമന്ത്രി ഇന്ന് നടത്തിയത്. ADGP-യുടെ പേരിൽ അന്വേഷണം നടക്കുന്നുണ്ട്. ADGP കുറ്റക്കാരനാണെന്ന് കണ്ടാൽ മാത്രമേ നടപടിയെടുക്കൂ. അതുപോലെ തന്നെ പൊളിറ്റിക്കൽ സെക്രട്ടറിയുടെ പേരിൽ അദ്ദേഹം എന്തെങ്കിലും ക്രമവിരുദ്ധമായി ചെയ്തിട്ടുണ്ടെങ്കിൽ, പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ അത് തെളിഞ്ഞ് അത് അങ്ങനെ കണ്ടെത്തിയാൽ അദ്ദേഹത്തിന്റെ പേരിൽ നടപടിയെടുക്കും. അല്ലാതെ ആരെങ്കിലും വന്ന് എന്തെങ്കിലും പറയുന്നത് കേട്ടിട്ട് പൊളിറ്റിക്കൽ സെക്രട്ടറിയുടെ പേരിലോ ADGP-യുടെ പേരിലോ നടപടിയെടുക്കുന്നത് ബുദ്ധിപരമായിരിക്കില്ല, അത് ആരോഗ്യകരമായിരിക്കില്ല എന്ന അർത്ഥസംഖ്യക്കിടയില്ലാത്ത നിലയിലാണ് മുഖ്യമന്ത്രിയുടെ പ്രതികരണം ഇന്ന് പത്രസമ്മേളനത്തിൽ കണ്ടത്. എന്തായാലും ആർക്കും എന്തും ആരെക്കുറിച്ചും പറയാം. പക്ഷെ പറയുന്നതെല്ലാം സത്യമാവണമെന്നില്ല, അതെല്ലാം കഴമ്പുണ്ടാവണമെന്നില്ല. ആ പറയുന്ന ആരോപണങ്ങൾ ആ പറയുന്ന വ്യക്തി തന്നെ അത് തെളിയിക്കാനും കൂടി ബാധ്യസ്ഥപ്പെടണം. അല്ലെങ്കിൽ ആ ഉത്തരവാദിത്വം കൂടി ഉണ്ടാവണം, ഏറ്റെടുക്കണം. ആരെക്കുറിച്ചും എന്തെങ്കിലും പറയുന്ന ഒരു രീതി, ഒരു സ്വഭാവം കേരള രാഷ്ട്രീയത്തിൽ കാലാകാലങ്ങളായി നിലനിൽക്കുന്നുണ്ട്.
അത് ഒഴിവാക്കിക്കൊണ്ട് ആവശ്യമുള്ള കാര്യങ്ങൾ, ആരോപണത്തിൽ എന്തെങ്കിലും ശരിയുണ്ടെങ്കിൽ മാത്രമേ ആരോപണം ഉന്നയിക്കാവൂ. അങ്ങനെ ഉന്നയിക്കുന്ന ആരോപണങ്ങളിൽ ശരി എന്ന് പറയുന്നത് ബോധ്യപ്പെടുത്തുന്നതിനുള്ള ഉത്തരവാദിത്തം ആരോപണം ഉന്നയിക്കുന്നവർക്കുണ്ട് എന്ന കാര്യം കൂടി ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഇന്നത്തെ കണ്ണാടിയിലൂടെ എന്ന പരിപാടി ഇവിടെ പൂർത്തിയാക്കുകയാണ്. നന്ദി, നമസ്കാരം.